ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 7 ക്രോധകലശങ്ങൾ എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം പുതിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17, 18, 19 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന മഹദിയാം ബാബിലോൺ എന്ന വിഷയം. ക്രിസ്തീയ കോളത്തിൽ ഏറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിഷയീഭവിച്ചിട്ടുള്ള വിഷയം. ഈ വിഷയത്തെ ആസ്പദമാക്കി അനേക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ മുൻവിധികളില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. 17-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ ഒന്നിച്ച് ഞാൻ വായിക്കുന്നു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ തൂമർ വണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് 7 ക്രോധകലശങ്ങൾ ഒഴിക്കുവാൻ നിയുക്തരായ 7 ദൂതന്മാരെ നാം കണ്ടിരുന്നു. അവരിൽ ഒരുവൻ വന്ന് അപ്പോസ്തലനായ യോഹന്നാനോട് മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യയുടെ ന്യായവിധി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പോസ്തലനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അപ്പോസ്തലൻ കണ്ടു. അവൾ തൂമ്ര വണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായിരുന്നു. തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് അവൾ മത്തയായിരിക്കുന്നു. മരുഭൂമിയിൽ അപ്പോസ്തലൻ കണ്ട സ്ത്രീയുടെ ചിത്രമാണിത്. മരുഭൂമിയിൽ ഇരിക്കുന്ന മറ്റൊരു സ്ത്രീയെ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സ്ത്രീ, മഹത്വപൂർണയായ സ്ത്രീ, ദൈവത്തിൻ്റെ ഇസ്രായേൽ. സാത്താനോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. മരുഭൂമിയിൽ മൃഗത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീയുടെ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ മൃഗവും അവൻ ചുമക്കുന്ന ഈ മഹാവേശ്യയും ഉണ്ടെന്നുള്ളതാണ്. മൃഗവും കള്ളപ്രവാചകനും സഭാകാലയളവിൽ എല്ലാ കാലത്തും നിലവിലുണ്ടെന്നുള്ള കാര്യം 13-ാം അധ്യായത്തിൻ്റെ പഠനത്തിൽ നാം മനസ്സിലാക്കി. അപ്പോൾ മൃഗവും കള്ളപ്രവാചകനും മൃഗം ചുമക്കുന്ന മഹാവേശ്യയും സഭയോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഉണ്ടെന്നുള്ളത് വ്യക്തമാണല്ലോ. മഹദിയാം ബാബിലോൺ എന്ന ഈ മഹാവേശ്യയെക്കുറിച്ച് വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷവും പറയുന്നത് ഇത് റോമൻ കത്തോലിക്ക സഭയെ കാണിക്കുന്ന പ്രതീകമാണെന്നാണ്. മൃഗവും സാർവലൗകിക മതമായ കത്തോലിക്ക സഭയും തമ്മിലുള്ള ഐക്യതയും സഹകരണവും കർത്താവിൻ്റെ 2ാം വരവിന് തൊട്ടു മുമ്പുള്ള കാലത്ത് വളരെ ശക്തമായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. കത്തോലിക്ക സഭ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതങ്ങളുമായി മൃഗത്തിനുള്ള ബന്ധത്തെ കാണിക്കുന്ന പ്രതീകമാണ് 13-ാം അധ്യായത്തിലെ മൃഗവും കള്ളപ്രവാചകനും ചേർന്നുള്ള പ്രവർത്തനം. ഈ മഹാവേശ്യ
കത്തോലിക്ക സഭയുടെ പ്രതീകമാണെന്നുള്ള വാദം അടിസ്ഥാനരഹിതവും വചനവിരുദ്ധവുമാണെന്ന് ഇവിടെ തന്നെ വ്യക്തമായ തെളിവുകൾ നമുക്കുണ്ട്. ചിലത് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തേത്, മൃഗത്തോടൊപ്പം മഹാവേശ്യ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ട്. എന്നാൽ കത്തോലിക്ക സഭ 1-ാം നൂറ്റാണ്ടിലോ അതിനടുത്ത നൂറ്റാണ്ടിലോ ഇല്ലെന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്തേത്, വെളിപ്പാട് 18:24 പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്മാരെയും വിശുദ്ധന്മാരെയും ഭൂമിയിൽ വെച്ച് കൊല്ലപ്പെടുന്ന എല്ലാവരെയും കൊന്നുകളയുന്നത് കത്തോലിക്ക സഭയല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. മൂന്നാമത്തേത്, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളഞ്ഞു എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. അവരെ കൊന്നുകളഞ്ഞത് ഒരു മതമോ സമുദായമോ അല്ല, ഭൂവാസികളാണെന്ന് വെളിപ്പാട് 6:10 പറയുന്നു. വെളിപ്പാട് 6:10, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഭൂവാസികൾ എന്ന പ്രയോഗം ഭൂമിയിലുള്ള സകല അവിശ്വാസികളായ ദുഷ്ടജനത്തെയും കാണിക്കുന്നതാണെന്ന് വെളിപ്പാട് 11:10, 13:8, 17:1-8 എന്നീ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് 11:10 മാത്രം ഞാൻ വായിക്കാം. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സാക്ഷികളായ വിശുദ്ധന്മാരെ കൊന്നുകളയുമ്പോൾ സന്തോഷിക്കുന്നത് അവിശ്വാസികളായ ദുഷ്ടജനമാണല്ലോ. ഈ മഹാവേശ്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പ്രതീകമല്ല എന്ന് മുകളിൽ പറഞ്ഞ പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി. പിന്നെ ഈ സ്ത്രീ എന്തിൻ്റെ പ്രതീകമാണ്? മരുഭൂമിയിൽ സാത്താനോടകലെ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന മഹത്വപൂർണ്ണയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ സഭയായ വലിയൊരു ജനസമൂഹത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. അതുപോലെ സഭയുടെ ശത്രുവും വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്ന ഈ മഹാവേശ്യ അവിശ്വാസികളായ ദുഷ്ടജന സമൂഹത്തിൻ്റെ പ്രതീകമാണ്. ഇത് ക്രിസ്തീയ ലോകത്തിൻ്റെ പ്രതീകം. ഇനി ഈ 2 സ്ത്രീകളും 2 നഗരങ്ങളാണെന്ന് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ മഹത്വപൂർണ്ണയായ സ്ത്രീയെ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരമായിട്ട് വെളിപ്പാട് 21:2, 9, 10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 21:2, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. മഹാവേശ്യയെക്കുറിച്ച് ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം എന്ന് വെളിപ്പാട് 17:18 പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 17:18, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ഭൂരാജാക്കന്മാർ മൃഗത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ സകല ഭരണാധികാരികളും ഇതിൽപ്പെടും. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വന്നതിന് ശേഷം ഉള്ളത് മാത്രമല്ല, മറിച്ച് എല്ലാ ഭരണാധികാരികളുടെ മേലും രാജ്യത്വമുള്ളവളാണ് ഈ മഹാവേശ്യ. അവളുടെ വേഷഭൂഷാദികൾ ഭൂരാജാക്കന്മാരുടെ മേൽ അവൾക്കുള്ള അധീശത്വം വിളിച്ചോതുന്നതാണ്. 4-ാം വാക്യം നോക്കാം. വെളിപ്പാട് 17:4, ആ സ്ത്രീ ധൂമ്രവണ്ണവും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. അവളുടെ വസ്ത്രത്തിൻ്റെ നിറം ധൂമ്രവണ്ണവും കടും ചുവപ്പ് നിറവുമാണ്. ഇംഗ്ലീഷിൽ പർപ്പിൾ ആൻഡ് സ്കാർലറ്റ് കളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരും രാജ്ഞിമാരും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറമാണിത്. അവരുടെ ആഭരണങ്ങൾ സ്വർണവും രത്നവും മുത്തും കൊണ്ടുള്ളത്. അവളുടെ പാനപാത്രം സ്വർണ്ണ നിർമ്മിതം. ഇവയെല്ലാം രാജീയ വസ്തുക്കളാണ്. 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ
രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു എന്ന് അവൾ തന്നെ തന്നെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാം. വെളിപ്പാട് 18:7. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി ഉളച്ചെടുത്തോളും അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്നവൾ ഹൃദയം കൊണ്ട് പറയുന്നു. രാജ്ഞിയുടെ വേഷം ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ മഹാവേശ്യ ഇരിക്കുന്നത് മൃഗത്തിന്മേലാണ്, അല്ലെങ്കിൽ മൃഗം അവളെ ചുമക്കുകയാണ്. 7-ാം വാക്യം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. അവളെ ചുമക്കുന്ന ഈ മൃഗത്തെക്കുറിച്ച് 13-ാം അധ്യായത്തിൽ നാം വിശദമായി പഠിച്ചു. മൃഗം ലോക സാമ്രാജ്യത്തെയും അതിൻ്റെ അധിപതിയെയും കാണിക്കുന്ന പ്രതീകമാണെന്ന് നാം കണ്ടു. അവൻ്റെ നിറം കടും ചുവപ്പ്, സ്കാർലറ്റ് കളർ. ഇതവൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. ഒപ്പം തന്നെ അവൻ്റെ അധാർമികതയെയും പാപത്തെയും ഇത് കാണിക്കുന്നു. മൃഗത്തിൻ്റെ 7 തല 7 സാമ്രാജ്യങ്ങളാണെന്ന് 10-ാം വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കി. മൃഗത്തിൻ്റെ 10 കൊമ്പ് ഏകലോക രാജാവായ അധർമ്മമൂർത്തിയോട് ഒരുമിച്ച് ലോകത്തെ ഭരിക്കുന്ന ഭൂമിയിലെ സകല രാജാക്കന്മാരെയും കാണിക്കുന്നുവെന്ന് 12-ാം വാക്യത്തിൽ നാം കണ്ടു. ഇവയുടെ എല്ലാം മേലാണ് ഈ മഹാവേശ്യ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണിവൾ. അതുകൊണ്ടാണിവൾ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം എന്ന് ഇവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാനഗരം ഏതാണെന്ന് 5-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് 17:5. മർമ്മം. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു മഹാവേശ്യയായി അപ്പസ്തോലന് കാണിച്ചു കൊടുത്ത ഈ സ്ത്രീയുടെ മർമ്മം ഇവിടെ വെളിപ്പെടുത്തുന്നു. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന വിശേഷണ നാമത്താൽ അറിയപ്പെടുന്ന മഹദിയാം ബാബിലോൺ. ഇസ്രായേൽ ജനം അടിമകളായി ബാബിലോണിൽ ആയിരുന്ന കാലത്ത് ധനത്തിലും പ്രതാപത്തിലും പ്രൗഢിയിലും പ്രഥമ സ്ഥാനത്തായിരുന്ന നഗരമായിരുന്നു ബാബേൽ. നെബൂഖദ്നേസർ രാജാവ് താൻ പണി കഴിപ്പിച്ച ഈ മനോഹര നഗരത്തെ നോക്കി, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിയിച്ച മഹദിയാം ബാബേൽ അല്ലയോ എന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിച്ചതായും ദൈവം അവനെ ശിക്ഷിച്ചതായും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ 4:30 മുതലുള്ള വാക്യങ്ങളിൽ, ദാനിയേൽ 4:30, 31 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഈ മഹാനഗരം ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന, ആഭിചാരം, ദുർനടപ്പ് തുടങ്ങി സകലവിധ മ്ലേച്ഛതകളുടെയും ദുഷ്പ്രവൃത്തികളുടെയും വിളനിലമായിരുന്നു. അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നതുപോലെ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് തന്നെയായിരുന്നു ഈ മഹദിയാം ബാബിലോൺ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ എല്ലാവിധ മോഹങ്ങളാലും രാജാക്കന്മാരെ വശീകരിച്ച് അവരുമായി വേശ്യാവൃത്തി ചെയ്ത് അവരുടെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ സകല ഭൂവാസികളെയും മത്തരാക്കിയ ഈ മഹാവേശ്യ പെരുവെള്ളത്തിന്മേലാണ് ഇരിക്കുന്നതെന്ന് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പെരുവെള്ളത്തിന്മേൽ ഇരിക്കുക. 15-ാം വാക്യം ഇതിന് നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. വെളിപ്പാട് 17:15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഈ മഹാവേശ്യ ഇരിക്കുന്നത് വംശങ്ങളുടെ മേലും പുരുഷാരങ്ങളുടെ മേലും ജാതികളുടെ മേലും ഭാഷകളുടെ മേലുമാണ്. എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിന്മേൽ സകല ഭൂവാസികളുടെ മേലും. ഇതുവരെ നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ മഹദിയാം ബാബിലോൺ എന്ന ഈ മഹാവേശ്യയെ
ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവിധം ഞാൻ പറയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ മോഹങ്ങളിൽ ലക്ഷിക്കുകയും ദുർനടപ്പെന്ന ലൈംഗിക പാപം തുടങ്ങി സകല മ്ലേച്ഛതകളിലും മുഴുകി ദൈവമക്കളെ കൂടി അതിലേക്ക് വശീകരിച്ച് വലിച്ചിഴയ്ക്കുവാൻ ശ്രമിക്കുകയും അവരുടെ രക്തം കുടിക്കുകയും അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ദുഷ്ടജനത്തെയും അവരിൽ കുടികൊള്ളുന്ന ലോകമോഹത്തെയും കാണിക്കുന്ന പ്രതീകമാണ് ഈ മഹാവേശ്യയായ മഹദിയാം ബാബിലോൺ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകവും അതിൻ്റെ മോഹവും. 1 യോഹന്നാൻ 2:16-17 വാക്യങ്ങൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 11-ാമത്തെയായി നാം പഠിച്ചപ്പോൾ 8-ാം വാക്യത്തിൽ ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ള മഹാനഗരം എന്ന് നാം കണ്ടു. എതിർ ക്രിസ്തീയ ലോകമാണ് ആ മഹാനഗരമെന്ന് അന്ന് നാം മനസ്സിലാക്കി. ആ മഹാനഗരം അല്ലെങ്കിൽ ഈ ദുഷ്ടലോകം തന്നെയാണ് മഹദിയാം ബാബിലോൺ എന്നു പേരുള്ള ഈ മഹാനഗരം. 9-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. മൃഗത്തിന്റെ തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 7 മലമേലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. 7 മലമേൽ പനി കഴിപ്പിച്ചിരിക്കുന്ന റോമാ നഗരത്തെക്കുറിച്ച് നേരത്തെ നാം കണ്ടിരുന്നു. റോമാ സാമ്രാജ്യത്തിലും അതിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന റോമാ നഗരത്തിലും ഡൊമേഷ്യൻ എന്ന മൃഗത്തിന്റെ ഭരണകാലത്ത് നിലവിലിരുന്ന സകല മ്ലേച്ഛതകളെയുമാണ് 7 മലമേൽ സ്ത്രീ ഇരിക്കുന്ന പ്രതീകം കാണിക്കുന്നത്. ഏകലോക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുമ്പോൾ ലോകം മുഴുവൻ ദുർനടപ്പിന്റെയും മറ്റെല്ലാവിധ മ്ലേച്ഛതകളുടെയും അശുദ്ധിയുടെയും കീഴരംഗമായിരിക്കും. സാത്താന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും ലോകവും ലോകവാസികളും. നമ്മൾ വായിച്ച 6 വാക്യങ്ങളുടെ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. 7 മുതൽ 14 വരെ വാക്യങ്ങൾ 13-ാം അധ്യായം 1-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചു കഴിഞ്ഞതാണ്. അന്ന് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ആ വാക്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു പോവുക മാത്രം ചെയ്യുന്നു. 7 മുതൽ 14 വരെ വാക്യങ്ങൾ. 7-ാം വാക്യം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. 8-ാം വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. 9-ാം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 10-ാം വാക്യം. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. 11-ാം വാക്യം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. 12-ാം വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. 13-ാം വാക്യം. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. 14-ാം വാക്യം. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താധികർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 13-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ പഠനം അല്ലെങ്കിൽ ഈ പഠന ക്ലാസിൻ്റെ 32-ാം പാട്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുവാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. 15-ാം വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. 2-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യവും നാം കണ്ടു. ഈ മഹാവേശിയിരിക്കുന്ന വെള്ളം
സകല വംശങ്ങളുടെയും പുരുഷാരങ്ങളുടെയും ജാതികളുടെയും ഭാഷകളുടെയും പ്രതീകമാണെന്ന്, അല്ലെങ്കിൽ സകല ഭൂവാസികളുടെ മേലുമാണ് ഈ സ്ത്രീ ഇരിക്കുന്നതെന്ന്. 16-ാം വാക്യം, നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയുകയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ദൂതൻ അപ്പസ്തോലനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ട് ഒടുവിൽ അവൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ കണ്ട 10 കൊമ്പും മൃഗവും, ലോകരാജാവായ അധർമ്മമൂർത്തിയും അവൻ്റെ കീഴിലുള്ള സകല ഭരണാധിപന്മാരായ രാജാക്കന്മാരും ചേർന്ന് അവളെ നശിപ്പിക്കും. അടുത്ത 2 അധ്യായങ്ങളിലായി അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണാം. 17-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളും തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിനും കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ നിവൃത്തിയാകുവോളും അധർമ്മമൂർത്തിയിലൂടെയും രാജാക്കന്മാരിലൂടെയും ദൈവം തൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പാക്കുകയാണ്. സകല രാജാക്കന്മാരും തങ്ങളുടെ ശക്തിയും അധികാരവുമെല്ലാം മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമാണ് അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത്. 18-ാം വാക്യം, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. 5-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യവും നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഈ നഗരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അധർമ്മമൂർത്തിയുടെ ഏകലോക സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരിക്കും ഇത്. സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം. സകല ഭരണകർത്താക്കളെയും നിയന്ത്രിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. അധർമ്മമൂർത്തിയുടെ ഏകലോക സാമ്രാജ്യം നിലവിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നത് ഏത് നഗരമായിരിക്കുമെന്ന് നമുക്കറിയില്ല. ചിലർ പറയുന്നത് ബാബേൽ വീണ്ടും പണിയപ്പെടുമെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇന്നത്തെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദ് ആയിരിക്കുമെന്നാണ്. ഏതാണെങ്കിലും നെബൂഖദ്നേസർ രാജാവിൻ്റെ വാക്കുകൾ പോലെ തൻ്റെ ധനമാഹാത്മ്യത്താൽ ഏകലോക സാമ്രാട്ടിൻ്റെ പ്രതാപമഹത്വത്തിനായി പണി കഴിപ്പിക്കപ്പെടുന്ന മഹാനഗരമായിരിക്കും. ഇന്ന് നമ്മൾ കേട്ട ഈ വിഷയത്തെ ദൈവത്തിൻ്റെ ആത്മാവിൽ വിശകലനം ചെയ്ത് പഠിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.